സെപ്റ്റംബർ 1. ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ഹന്ന, വിശുദ്ധ ജൈൽസ്, വിശുദ്ധ പ്രിസ്കുസ്, വിശുദ്ധ ഡെമാരിയൂസ്, വിശുദ്ധ റോഡിയൂസ്, വിശുദ്ധ ഹെറാക്ലിയൂസ്, വിശുദ്ധ സെക്കുന്തിനൂസ്, വിശുദ്ധ അഡ്യൂത്തോർ, വിശുദ്ധ മാർക്ക്, വിശുദ്ധ അഗുസ്തുസ്, വിശുദ്ധ എൽപ്പിഡിയൂസ്, വിശുദ്ധ കാനിയൻ, വിശുദ്ധ വിൻഡോണിയൂസ്, വിശുദ്ധ അഗിയോ, വിശുദ്ധ അർക്കാനൂസ്. വിശുദ്ധ ജൈൽസ്. 7-ാം ശതാബ്ദത്തിലാണ് വിശുദ്ധ ജൈൽസ് ജീവിച്ചിരുന്നത്. ആഥൻസിലെ ഒരു കുലീന കുടുംബത്തിലാണ് വിശുദ്ധ ആബട്ട് ജൈൽസ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും പരിശുദ്ധിയും പ്രശംസാ വിഷയമാകുന്നത് കണ്ടപ്പോൾ അദ്ദേഹം തന്നെ സ്വദേശത്ത് നിന്ന് ഫ്രാൻസിലേക്ക് പോയി. റോൺ നദീതീരത്തുള്ള മരുഭൂമിയിൽ ഒരു പർണശാല നിർമ്മിച്ച് അവിടെ താമസിച്ചു. പിന്നീട് നീമസൂ വനത്തിലേക്ക് താമസം മാറ്റി. വനത്തിൽ നിന്ന് കിട്ടുന്ന പഴങ്ങളും കിഴങ്ങുകളും ജലവും മാത്രം ഭക്ഷണമാക്കിയ അദ്ദേഹം തികച്ചും ഒരു താപസ ജീവിതമാണ് നയിച്ചത്. ലൗകികവും ഭൗതികവുമായ ചിന്തകൾ കൂടാതെ ദൈവത്തെ മാത്രം മനസ്സിൽ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ദൈവിക സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഏകാന്തതയിൽ മിക്കപ്പോഴും മുഴുകിയിരിക്കുമായിരുന്നു. നായാട്ടിന് വന്ന രാജകുമാരൻ ഒരു മാൻപേടയെ പിന്തുടർന്ന് വന്നപ്പോൾ ഈ മാൻപേട അഭയം തേടിയത് വിശുദ്ധ ജൈൽസിൻ്റെ അടുത്തായിരുന്നു. ആ മാൻപേടയാണ് ജൈൽസിന് പാൽ നൽകിയിരുന്നത്. ഈ സംഭവം മൂലം വിശുദ്ധ ജൈൽസിൻ്റെ പരിശുദ്ധി പ്രസിദ്ധമായി. തന്മൂലം വലിയൊരു ശിഷ്യസമ്പത്ത് തന്നെ വിശുദ്ധ ജൈൽസിന് ലഭിച്ചു. ക്രമേണ വിശുദ്ധ ജൈൽസിൻ്റെ പർണശാല ഒരു ബെനഡിക്റ്റൻ ആശ്രമമായി വളർന്നു. ഏകാന്തതയിൽ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ജീവിത വിശുദ്ധി നേടി ദൈവത്തിൽ വിലയം പ്രാപിക്കാനാണ് വിശുദ്ധ ജൈൽസ് നമ്മളോട് പറയുന്നത്. വിശുദ്ധ ജൈൽസ് ഗൈൽസ് ദി ഹെർമിറ്റ് എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. രോഗം മാറുന്നതിന് വേണ്ടി ആളുകൾ പ്രാർത്ഥിക്കുന്ന ഒരു ജനപ്രിയ വിശുദ്ധരുടെ കൂട്ടമാണ് ഹോളി ഹെൽപ്പർമാർ. അങ്ങനെയുള്ള കൂട്ടത്തിൽ ഒരാളായിരുന്നു വിശുദ്ധ ഗൈൽസ്. ഇംഗ്ലണ്ടിൽ പല പുരാണ പള്ളികളും ആശുപത്രികളും വിശുദ്ധ ഗൈൽസിന് സമർപ്പിക്കപ്പെട്ടിരുന്നു. ദരിദ്രരുടെയും വികലാംഗരുടെയും രക്ഷാധികാരിയായിട്ടാണ് തിരുസഭ വിശുദ്ധ ജൈൽസിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ദരിദ്രർക്ക് വേണ്ടിയും വികലാംഗർക്ക് വേണ്ടിയുമെല്ലാം വിശുദ്ധ ജൈൽസിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. വിശുദ്ധ ജൈൽസെ, ഞാൻ എല്ലാവർക്കും വേണ്ടിയും പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ.